ഹലോ, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നൊരു കുട്ടി വ്ളോഗാണ് കേട്ടോ, വലിയ കണ്ടൻറ്റൊന്നും ഇല്ല കേട്ടോ. ഞങ്ങൾ എൻ്റെ ചേച്ചിയുടെ വീട്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. കുന്നംകുളം പഴനിയിലാണ് കേട്ടോ അവളുടെ വീട്. ഇന്ന് അവിടെ കെട്ടുനിറയാണ് കേട്ടോ. ഏട്ടനും മോനും മലയ്ക്ക് പോകുന്നുണ്ട്. അപ്പോൾ അങ്ങോട്ട് പോവുകയാണ് ഞങ്ങൾ. രാവിലെ ഒരു 8 മണിയുടെ മുന്നേ വീട്ടിൽ നിന്ന് ഇറങ്ങി കേട്ടോ. ഞങ്ങൾ വണ്ടി എടുത്തതിന് ശേഷമുള്ള ആദ്യത്തെ ട്രിപ്പാണ് കേട്ടോ. നമ്മുടെ വണ്ടിയിലാണ് ഞങ്ങൾ ഈ പോയിക്കൊണ്ടിരിക്കുന്നത്. അല്ലാത്ത സമയത്ത് നമ്മൾ വേറെ പുറമേ നിന്ന് വണ്ടി വിളിക്കുക അല്ലെങ്കിൽ ബസ്സിലൊക്കെയാണ് കേട്ടോ പോവാറ്. വണ്ടിയിൽ ഞാൻ എൻ്റെ ഗുരുവായൂരപ്പന് സെറ്റാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. ഗുരുവായൂരപ്പന് കഴിഞ്ഞിട്ട് നമുക്ക് വേറെ ആരും ഉള്ളൂ. അപ്പോൾ പോകുന്ന സമയത്ത് കിച്ചടൻ ആദ്യമൊക്കെ ഭയങ്കര ആക്റ്റീവായിരുന്നു. സ്പീഡിൽ പോകുന്നൊക്കെ പറഞ്ഞിട്ടിരുന്ന ആളായിരുന്നു. കുറച്ച് കഴിയുമ്പോഴേക്കും കിച്ചടനെ ആകെ സൈലൻ്റ് ആയിട്ട് വേറൊന്നല്ല അവനോടൊന്ന് ഒതുങ്ങിയിരിക്കാൻ പറഞ്ഞു കേട്ടോ. അതിനുള്ള ദേഷ്യമാണ് അവൻ്റെ മുഖത്ത് കാണുന്നത്. എന്ത് പറഞ്ഞിട്ടും പുള്ളിക്കാരൻ മിണ്ടുന്നുണ്ടായിരുന്നില്ല കേട്ടോ. ഞാനാണെങ്കിൽ കുറേ ഉമ്മയൊക്കെ കൊടുത്തു നോക്കി. ഒരനക്കും ഉണ്ടായിരുന്നില്ല കേട്ടോ. അവൻ ഭയങ്കര ദേഷ്യത്തിലായിരുന്നു. 10 മണിക്കാണ് കേട്ടോ കെട്ടുനിറയുടെ ടൈം പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ആ സമയമ്പോഴേക്കും നമുക്ക് അങ്ങോട്ട് എത്തണമായിരുന്നു. ഞാൻ മാത്രമല്ല കേട്ടോ, ദേ എൻ്റെ വല്യമ്മ ഉണ്ട്, അമ്മമ്മ ഉണ്ട്, എൻ്റെ അമ്മയുണ്ട്, അച്ചൂട്ടിനൊക്കെ ബേക്കിലിരിക്കുന്നുണ്ട്. കിച്ചൂടെ ദേഷ്യം മാറ്റാൻ വേണ്ടിയിട്ട് കിച്ചൂടിന് ഇഷ്ടപ്പെട്ട സംഭവങ്ങൾ ഞങ്ങൾ കൈപിടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. വേറെ നല്ല ആപ്പിളാണ്, അവൻ്റെ ഫേവറേറ്റ് ആണ് ആപ്പിൾ. അപ്പോൾ അതും കൊടുത്തിട്ടുണ്ടായിരുന്നു. എന്നിട്ടും അവൻ്റെ ദേഷ്യം മാറിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. അവസാനം ഞങ്ങൾ അങ്ങനെ ചേച്ചിയുടെ വീട്ടിലെത്തിയിട്ട് ചെന്ന പടവൾ എനിക്ക് നല്ല പണി തന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. വേറെ നല്ല ദോശ ഉണ്ടാക്കലായിരുന്നു. ഞങ്ങൾ രാവിലെ ഫുഡ് കഴിക്കാതെ എൻ്റെ വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ദോശ ഉണ്ടാക്കിക്കോളാൻ പറഞ്ഞു. ഞാൻ ദോശ ഉണ്ടാക്കുന്ന പണിയിലായിരുന്നു. അവളാണെങ്കിൽ ഇതേ അടുക്കളയിൽ കുറേ പ്ലാന്റ്സ് ഒക്കെ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. നല്ല രസമുണ്ട് കാണാൻ വേണ്ടിയിട്ട്. അങ്ങനെ ദോശ ഉണ്ടാക്കുന്ന പണി നന്നായിട്ട് ഇവിടെ തകൃതിയായിട്ട് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ മക്കളപ്പുറത്ത് കഴിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഇനി ദോശ ഉണ്ടാക്കിയിട്ട് വേണം എനിക്ക് കഴിക്കാൻ വേണ്ടിയിട്ട്. ഞങ്ങളുടെ കഴിക്കലൊക്കെ കഴിഞ്ഞപ്പോഴേക്കും സ്വാമിമാരൊക്കെ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഒരു സ്വാമി വന്നിട്ട് നമ്മുടെ കെട്ടുനിറക്കി വരുന്നതെല്ലാം റെഡിയാക്കുമായിരുന്നു. അയ്യപ്പൻ്റെ ഫോട്ടോ ഒക്കെ വെച്ച് അതിലൊരു മാലയൊക്കെ ചാർത്തിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് കെട്ടുനിറ ഒക്കെ ഒന്ന് കണ്ടിട്ട് വരാവേ. അതിൻ്റെ ഇടയിൽ കൂടെ കുട്ടികളവിടെ സ്വാമി 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 ഹരിഹര സുതനേ പൊന്നമ്പലവാസനേ ഭൂമിക്കുടെ നാഥനേ ഭൂമിപ്രപഞ്ചനേ ഭൂലോകവാസനേ അഖിലാണ്ട കോടി ബ്രഹ്മാണ്ട നായകനേ സ്വാമിയുടെ കന്നിക്കാരേ സ്വാമിയുടെ പഴമക്കാരേ സ്വാമിയുടെ കന്നിക്കെട്ടേ സ്വാമിയുടെ പഴമക്കെട്ടേ
പാർവതിപുത്ര തിരുമല കയറ്റമേ കയറ്റിത്തരണം ഭഗവാനെ അപ്പാച്ചിമേടേ അപ്പാച്ചിമേടേ ശബരി പീഠമേ ശരംകുത്തിയാലേ വന്നഫലമേടേ കൊച്ചുകടുത്ത സ്വാമിയെ കടുത്ത സ്വാമിയെ നാഗരാജാവേ സ്വാമിയുടെ ഭൂതഗണങ്ങളെ സ്വാമിയുടെ വരക്കുഴിയെ സ്വാമിയുടെ ഭസ്മക്കുളമേ കാളികപ്പുറത്തമ്മ ദേവി ലോകമാതാവേ സ്വാമിയുടെ മണിമണ്ഡപമേ കർപ്പൂരാഴിയെ സ്വാമിയുടെ തൃക്കാലിണകളെ സ്വാമിയെ 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 സ്വാമിയുടെ പൊന്നുവേണ്ടാമ്പടിയെ സ്വാമിയെ 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 അറിഞ്ഞിട്ടും അറിയാതെ ചെയ്ത് ചുറ്റുകുട്ടും രക്ഷിക്കണം വില്ലമില്ലാളി വീരം വീരം വീരമേണ്ടൻ സേവിക്കുന്നവർക്ക് ആനന്ദമൂർത്തി കാശിരാമേശ്വരം പാടി മലയാളം മടക്കിക്കൊണ്ടിരിക്കുന്ന ധർമ്മശാസ്താവ് ശത്രുവിനാശായ മദഗജവാഹനായ നിരകുന്തലാപരം കളാമ്പുതം ശ്യാമളം കർപ്പൂരകലിതാഭിരാമോപുഷം ശത്രുവിമർദ്ദനം പ്രതീശാസ്താശം ഭജേ സ്വാമിയേ കാണി നിറയ്ക്കുക ശരണം വിളിച്ചു കേട്ടോ സ്വാമി
ശരണമയ്യപ്പ സ്വാമിയേ ശരണമയ്യപ്പ സ്വാമിയേ ശരണമയ്യപ്പ സ്വാമിയേ ശരണമയ്യപ്പ സ്വാമിയേ ശരണമയ്യപ്പ സ്വാമിയേ ശരണമയ്യപ്പ അങ്ങനെ കെട്ടുന്നവരൊക്കെ നല്ല രീതിയിൽ നടന്നു കേട്ടോ. അവർ ഉച്ചയാകുമ്പോഴാണ് പോവുള്ളൂ. അപ്പോൾ ഞങ്ങൾ തിരിച്ച് വീട്ടിലേക്ക് പോകാമെന്ന് വിചാരിച്ചു. എന്തായാലും അവർക്ക് മലയ്ക്ക് പോയിട്ട് അയ്യപ്പൻ നന്നായിട്ട് തൊഴാൻ സാധിക്കട്ടെ. അപ്പോൾ നമ്മുടെ വീഡിയോ ഇത്രയേ ഉള്ളൂ. എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. പുതിയൊരു വീഡിയോ ആയിട്ട് വരയ്ക്കും. ബൈ.